പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ തുടരുന്ന CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസ്. ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിനും സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിനുമാണ് FIR. അധിക്ഷേപം, കലാപശ്രമം, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ജിജീഷ്, ഈ അർജുൻ ആയങ്കിയൊക്കെ വല്ല ഉത്തർപ്രദേശിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ കഥ വേറെ ആയനെ. ഇതിപ്പോ കേരളത്തിലായോണ്ട് എന്തും ആകാമല്ലോ. എന്താണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത്? ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഗൗതം, നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ സൈബർ പോലീസ് വിവിധ വകുപ്പുകളിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ അർജുൻ നായകി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കൊച്ചിയിൽ തങ്ങുകയായിരുന്നു. കൊച്ചിയിൽ തങ്ങിക്കൊണ്ട് തന്നെയാണ് ഇയാൾ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ കോതമംഗലം SHOയെയും ഊന്നുകൽ SHOയെയും എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പോസ്റ്റുകൾ ഇട്ടത്. ഇതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കുമെതിരെയുള്ള പോസ്റ്റുകളെല്ലാം തന്നെ വിട്ടിരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും പോലീസിന് ഇയാളെ ഈ CPM ക്രിമിനൽ അർജുൻ നായങ്കിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ ഇയാൾ തൃശ്ശൂരിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് കണ്ണൂരിലും എറണാകുളത്തുമായി 2 കേസുകളൊന്ന് ആഭ്യന്തരമന്ത്രിയെ അപമാനിച്ചതും അവഹേളിച്ചതും ഭീഷണിപ്പെടുത്തിയതുമായുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ സൈബർ പോലീസ് എടുത്തതിനൊപ്പം തന്നെയാണ് കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ ആലുവ സൈബർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കൊച്ചിയിൽ തങ്ങുന്ന അത്രയും സമയം ആ കാലങ്ങളിൽ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് മോറ്റോർ DSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു അന്വേഷണത്തിന് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത്. പോലീസ് ഇപ്പോൾ പാലക്കാട്, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അരിച്ചു പെറുക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് പറയുന്നു. ഒപ്പം തന്നെയാണ് ഈ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അർജുൻ നായകി കടന്നു ഇരിക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ഇതിനിടയിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് തന്റെ കേസുകളിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കവും എല്ലാം തന്നെ അർജുൻ നായകി ഒരേ സമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഗൗതം.